ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേറൊന്നുമില്ല, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന്, ഇപ്പം ഞാൻ UK-ലാണുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത്, പിന്നെ അതിൻ്റെ ഒരു പ്രോപ്പർ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല. സ്പായൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞാൻ കുറേ യൂട്യൂബൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. കുറേ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. കുറേ എണ്ണയൊക്കെ തേച്ച് നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഈയിടെ ആയിട്ട് ഞാൻ വേറൊരു ചെറിയൊരു സാധനം കൂടെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു മാറ്റം തോന്നി. അപ്പം അങ്ങനെ അതൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ആർക്കെങ്കിലും ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, ഉലുവയും കറിവേപ്പിലയും കൂടെ തിളപ്പിച്ചൊരു വാട്ടറാണ്. അപ്പം ഇതാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണത്. അപ്പം ഞാൻ ഒരു സ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും നല്ല കറിവേപ്പില ഇട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഈ ഉലുവയും കറിവേപ്പിലയും ഇട്ട് തിളപ്പിച്ച് അതൊരു വറ്റി കുറേ നേരം ഇങ്ങനെ ചെറിയ ഒരു മീഡിയം തീയിൽ വെച്ച് വറ്റിച്ചിട്ട് ഒരു 1 ഗ്ലാസ് ആവുന്നവരെ തിളപ്പിക്കുക. അത് കഴിഞ്ഞ് അത് തണുക്കാൻ മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഒരു 1 വീക്കൊക്കെ കുഴപ്പമില്ലാതിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റോസ്മേരി ഓയിൽ ഉണ്ടല്ലോ, റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടെ ഒരു 2 ഡ്രോപ്പ് എസൻഷ്യൽ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ഞാനൊരു 3-4 ഡേയ്സ് യൂസ് ചെയ്യും ഒരു വീക്കിൽ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഭയങ്കര ഹെയർ ഫോളൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പം മാറ്റം ഉണ്ടാവും. നമുക്ക് പരീക്ഷിച്ച് നോക്കാം, നമ്മൾ എന്തൊക്കെ പരീക്ഷിച്ച് നോക്കുന്നു. അപ്പോൾ ഇതും കൂടെ വലിയ പണിയൊന്നുമില്ലല്ലോ, അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ അത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ബൈ.